പഠിച്ചോനെ ഈ ബിസിനസ്സും പൊളിഞ്ഞല്ലോ. ഇന്ന് കഴിച്ചിലൊക്കെ ആരാ ഉള്ളത്? ചത്തിട്ടില്ല. ഓ എവിടുന്നായിരുന്നു ആ ശരീരം? അല്ലേലും നീയൊക്കെ എൻ്റെ പുക കണ്ടിട്ടേ മേലോട്ട് എടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും നിനക്കിപ്പോ എന്നെ ഒന്നും വേണ്ടല്ലോ. ഈ മാവിൻ്റെ മുകളിൽ ഇത്ര കണ്ടി പറ്റി പിടിച്ചിരിക്കുന്ന പോലെ എന്നെ ഓസി ജീവിക്കുന്നോ പോരാ. എന്നിട്ട് അവൻ ഐഡിയ ഉണ്ടാക്കാൻ നടക്കണം. ദോശ ഉണ്ടാക്കി പോയിട്ട്. എടാ, ഒരു ഭാവി അംബാനിയാണ് നീ ഇങ്ങനെ ഊക്കി വിടുന്നത്. നീ എന്നെങ്കിലും എൻ്റെ ഒരു ഐഡിയ കേട്ടിട്ടുണ്ടോ? അനുഭവിച്ചോ? പറ, എൻ്റെ ഐഡിയകളൊക്കെ ഒന്ന് ഞാൻ കേൾക്കട്ടെ. പാരച്ചൂട്ട് ബിസിനസ്. മാറി ഞാൻ അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ചതാ. എടാ, ഇതല്ല, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സാധനമല്ലേ? ആ എന്നിട്ട് എടാ, നിന്റെ ആദ്യത്തെ ബിസിനസ് എന്തായിരുന്നു? ചിപ്സ്. നീ കാറി എണ്ണയിൽ ഇങ്ങനെ ഇത് നാട്ടുകാർക്ക് വറുത്ത് കൊടുത്തപ്പോൾ അത് നാട്ടുകാർ പറഞ്ഞ് പൂട്ടിച്ചു. നിന്റെ രണ്ടാമത്തെ ബിസിനസ് എന്തായിരുന്നു? ഹെയർ ഓയിൽ. അത് നാട്ടുകാർ തേച്ച് ജോണി സിൻസിനെ പോലെ ആയപ്പോൾ അതും നാട്ടുകാർ പൂട്ടിച്ചു. എന്താ കാരണം? റിവ്യൂ. നിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നാട്ടുകാർ റിവ്യൂ പറയുമ്പോഴാണ് നിന്റെ ബിസിനസ് പൊളിയുന്നത്. അല്ല, അതും ഈ പാരച്യൂട്ടായിട്ട് എന്താ ബന്ധം? അവിടെയാണ് എൻ്റെ ബ്രില്യൻസ്. എടാ, നീ ഉണ്ടാക്കുന്ന പാരച്യൂട്ട് മോശമാണെങ്കിൽ ആള് മേപ്പോട്ട് പോലെ റിവ്യൂ പറയാൻ ആളുണ്ടാവില്ലല്ലോ. ഇനി അഥവാ നേരെയാണെങ്കിൽ അയാൾ താഴത്തേക്ക് വരില്ലേ? അയാൾ നല്ലതല്ലേ പറയുള്ളൂ. ദാറ്റ്സ് ഓൾ. നിന്റെ ബുദ്ധി വിമാനം തന്നെ.